സജ്ജനങ്ങളെ, നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാശനിമാറ്റം സംഭവിക്കുകയാണ്. ജൂലൈ മാസം മുതൽ ഡിസംബർ വരെയുള്ള ഒരു കാലഘട്ടത്തിലെ വളരെയധികം പ്രത്യേകതകൾ, ശനി മുഖാന്തരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ, കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്ന കുറേയധികം രാശിയിലുള്ള നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശനിമാറ്റം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് നമ്മൾക്ക് വരാനിരിക്കുന്നത്. ശനി മീനൻ രാശിയിൽ സഞ്ചരിക്കുന്ന ഈ ഒരു സമയമാണ്. ഇപ്പോൾ കണ്ടകശനി, അഷ്ടമശനി, ഏഴര ശനി ദോഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ നക്ഷത്ര ജാതകരെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം മുതൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടം ആരംഭിക്കുന്ന സമയമാണ്. ഈ വക്രഗതി എന്ന് പറയുന്നത് തന്നെ ശനി റിവേഴ്സ് പോവുക, അല്ലെ പിന്നോട്ട് സഞ്ചരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ മീനൻ രാശിയിൽ തന്നെ ആണ് ശനി വീണ്ടും വക്രത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം പ്രയോജനകരമായ അവസ്ഥകൾ, നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും തിരിച്ചു വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. വക്രത്തിലേക്ക് ജൂലൈ മുതൽ ശനി സഞ്ചരിക്കുമ്പോൾ, അതും മീനൻ രാശി തന്നെ ആയതുകൊണ്ട് തന്നെ വക്രഗതി സഞ്ചാരം എന്ന് പറയുന്നത് ശനിയുടെ വക്രഗതി കാലഘട്ടം, ശനി മുഖാന്തരം അനുഭവിച്ചിട്ടുള്ള കഠിനമായിട്ടുള്ള കുറേ ദോഷാനുഭവങ്ങളൊക്കെ ശനിയോടുകൂടി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തിൻ്റെ അതിൻ്റെ കാഠിന്യമൊക്കെ കുറഞ്ഞ് ശനി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം നമുക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ചു തരുന്നൊരു കാലഘട്ടം കൂടിയാണ് ശനി വക്രത്തിൽ പോവുക എന്നുള്ളത്. ശനിദോഷങ്ങൾ ഓരോ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അനുഭവത്തിൽ വരുന്നതെങ്കിൽ പോലും ഇതെല്ലാം തന്നെ വിട്ടുമാറുന്ന ഒരവസ്ഥ ഓരോ 6 രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ജീവിതത്തിലുള്ള ദുരനുഭവങ്ങളെല്ലാം തന്നെ വിട്ടുമാറി ഒരു ശാന്തസുന്ദരമായ ഒരു സമയത്തിലേക്ക് ഇവരുടെ ജീവിതം മാറിമറിയാൻ പോവുകയാണ്. ഇവർ ഇന്നലെ വരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഒരു ജീവിതത്തിൽ ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ശനി വക്രത്തിലേക്ക് പോകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയുക, ഈ ശനി വക്രത്തിലെത്തുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടത് ശനി മുഖാന്തരം ഉണ്ടായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കും നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ എന്തുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ശനി മുഖാന്തരം ഒരുപാട് പേര് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ കുറേ ആൾക്കാർ എപ്പോഴും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കും, എങ്ങനെയാണ് മാഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളുടെ മാറിക്കിട്ടുമോ, ഏഴര ശനി, അഷ്ടമശനി, കണ്ടകശനി, അങ്ങനെ പലവിധ ശനികൾ വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് വിഷമങ്ങളിലൂടെയാണ് ഈ ഒരു കാലഘട്ടം കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ എന്തെങ്കിലും ശാശ്വതമായിട്ടൊരു പരിഹാരം ഉണ്ടോ? അപ്പോൾ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, ഏതൊരു ബുദ്ധിമുട്ടുകൾ വരുന്നതും അതേ ബുദ്ധിമുട്ടുകൾ തന്നെ പെട്ടെന്ന് തന്നെ മാറും. ദൈവം ഒരു കാര്യവും നമുക്ക് ഒരുപാട് നാളത്തേക്ക് നീട്ടിക്കൊണ്ടുപോകില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് പൂർണ്ണതയിൽ മാറി നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ഉയർച്ചയുടെ ഒരു കാലഘട്ടം ദൈവം തരും. അപ്പോൾ ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുക. ശനിദോഷം കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാറ്റങ്ങൾ വരാൻ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ ഒരു ശനി വക്രത്തിലേക്ക് സഞ്ചരിക്കുന്നത് തന്നെ. ജൂലൈ മാസം മുതൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വരാനിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടേതായ താല്പര്യം അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജനനജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ഉചിതമായിരിക്കും. ഇപ്പോൾ ശനി നിങ്ങൾക്ക് ലഗ്നത്തിലാണോ അല്ലെങ്കിൽ ശുഭനായിട്ടാണോ ശനിദശ നടക്കുന്ന വ്യക്തിയാണോ നിങ്ങളെന്നൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ശനി ഇപ്പോൾ ഏത് ദശാകാലത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്, ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതകവശാൽ ശനി പാവനായിട്ടാണോ ശുഭനായിട്ടാണോ നിൽക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സമയമൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റും. ശനി എന്ന് പറയുന്നത് അമ്മയെപ്പോലെയാണ്. ശനിദേവൻ എന്ന് പറയുന്നത്
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ പ്രതിസന്ധികളാണോ വരുന്നത്, ആ സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്, ഇത് മുഖാന്തരം നമുക്ക് എന്തൊക്കെ നേട്ടങ്ങളും കോട്ടങ്ങളൊക്കെ ഉണ്ടാകും, ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുപിരിയാതെ ഉണ്ടാകും, നമ്മുടെ ഒരു വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ആരൊക്കെ സഹായിക്കും, അല്ലെ ആരൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും, നല്ലവരാര് ചീത്തവരാര്, നമ്മുടെ കൂടെ നിൽക്കുന്നവരാര് നിൽക്കാത്തവരാരെന്നൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും അത്യപൂർവമായ നിമിഷമാണ് നമുക്ക് ശനി നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് തന്നെ. ഇങ്ങനെ നിങ്ങൾക്ക് ഈ ശനി തരുന്ന അനുഗ്രഹങ്ങൾ, അതാണ് നമുക്ക് ശനി ദോഷം എന്ന് പറയുന്നത്. ഈ ഒരു ദോഷത്തിന് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് ഇതുപോലെ ശനി വക്രത്തിലൊക്കെ ഇട്ട് സഞ്ചരിക്കും. അതുകൂടാതെ നമ്മുടെ രാശിമാറ്റങ്ങളൊക്കെ വരും. രാശിമാറ്റങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ വ്യാഴമാറ്റമൊക്കെ സംഭവിച്ചിട്ട് നിൽക്കുന്ന സമയമാണ്. അതിൻ്റെ കൂടെ ഒരു വക്രം കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പം അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറി ശനിയിൽ നിന്ന് നമുക്കൊരു പൂർണ്ണ മോചനമൊക്കെ ഉണ്ടായി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു നല്ല ശുഭമുഹൂർത്തങ്ങൾ ശനി തന്നെ നമുക്ക് കൊണ്ടുവന്ന് തരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്ക് ശനി എന്തൊക്കെയാണോ നിങ്ങളിൽ നിന്ന് കയ്യിൽ നിന്ന് വിട്ടുപോയത് അതൊക്കെ 100 ഇരട്ടി സ്പീഡിൽ ശനിയായിട്ട് തന്നെ നിങ്ങൾക്ക് തിരിച്ചു തരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരെ ശനീശ്വര ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിലോ ഒക്കെ പോയിട്ട് ഗ്രഹ പൂജകളൊക്കെ നടത്തുക, ഗ്രഹദോഷ നിവാരണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുക, ഹാർഡായിട്ട് പണിയെടുക്കുക. കാര്യം മിക്ക ആൾക്കാരുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ടൈപ്പൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കാറുണ്ട്. ഇതെല്ലാം ചെയ്തിട്ട് വെറുതെ ഇരിക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ കർമ്മം എന്താണോ കർമ്മം ചെയ്യുക പൂർണ്ണതയിൽ. ആ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് വളരെ വലിയ മാറ്റങ്ങളായിരിക്കും. ആ മാറ്റങ്ങൾ കൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും നല്ല അനുഗ്രഹമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരും. ഈ ശനി വക്രഗതിയിലൊക്കെ സഞ്ചരിക്കുന്ന ഈ ഒരു സമയം ആർക്കൊക്കെ എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ധനുരാശിയിൽപ്പെടുന്ന മൂലം പൂരാട ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഈ ജാതകർക്ക് അർദ്ധാഷ്ടമ ശനി നടക്കുന്ന സമയമാണ്. അർദ്ധാഷ്ടമ ശനി പകുതി ദോഷങ്ങളാണ്. അർദ്ധാഷ്ടമ ശനി എന്ന് പറയുന്നത് തന്നെ പൊതുവെ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ എടുത്തു പറയുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ ഇപ്പോൾ ഒരു അനുഭവത്തിൽ വരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പ്രതിസന്ധികൾ കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് ഇവർ അനുഭവിച്ചു വരുന്നതാണ്. പ്രത്യേകിച്ച് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ്. മനസ്സിനെ അലട്ടുന്ന, മനസ്സിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന, അല്ലെ മനസ്സിനൊരു സ്വസ്ഥത തരാതെ മുന്നോട്ട് പോകുന്ന, ആ മനസ്സിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അർദ്ധാഷ്ടമ ശനിയുടെ കാലഘട്ടം എന്ന് പറയുമ്പോൾ. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാം, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മറ്റു ചിലർക്ക് ചെയ്യുന്ന ജോലികളിൽ അല്ലെ തൊഴിൽ മേഖലയിൽ കർമ്മ മേഖലയിലൊക്കെ കർമ്മദോഷങ്ങൾ പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം. ഇപ്പം ചെറിയ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ അല്ലെ ഗവൺമെൻറ് ജോലിയിൽ തന്നെയാണെങ്കിലും ഇവർ പോലും അറിയാതെ ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും ഇവരെ തള്ളിവിടുന്ന ഒരു സമയം കൂടിയാണ്. അതുപോലെ തന്നെ സർക്കാർ ജോലിക്കാർ ഇവർ പോലും അറിയാതെ ഈ കൈക്കൂലി കേസിലൊക്കെ പെടുത്തി ഇവരെ ബുദ്ധിമുട്ടിക്കാനും ആ കേസിൻ്റെ പുറകെ നടന്ന് കുറേ കാലഘട്ടം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന, അതുമാത്രമല്ല മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നാണക്കേടുകൾ എന്നു വേണ്ട ഈ ഒരു അർദ്ധാഷ്ടമശനി കാലത്ത് ധനുരാശിയിൽപ്പെടുന്ന മൂലം പൂരാട ഉത്രാട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ കർമ്മ മേഖലയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് അവരെ മാനസികമായിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ചിലർക്ക് സ്വന്തം ബന്ധുക്കളുടെ ഇടയിൽ, സ്വന്തക്കാരുടെയിലും ബന്ധുക്കാരുടെ ഇടയിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഹൈപ്പിലും നല്ല രീതിയിലൊക്കെ ജീവിച്ചു വരുമ്പോൾ അവർ പോലും അറിയാത്ത അപവാദങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ, വാക്കുകൾ കൊണ്ട് ഇവരെ മുറിവേൽപ്പിക്കുന്ന ഒരവസ്ഥ, ആ സമയത്ത് ആരുമില്ലാതെ ഇവർ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം സഹോദരങ്ങൾ, കൂടപ്പിറപ്പുകൾ തമ്മിൽ
വെറുതെ ഒന്നും രണ്ടും പറഞ്ഞു വാക്കുതർക്കങ്ങളിലൊക്കെ ആയി മാനസികമായിട്ട് ഒരുപാട് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഈ അർദ്ധാഷ്ടമിശിയുടെ സമയത്തൊക്കെ ഇവർക്ക് ജീവിതത്തിൽ വരിക. ഏതായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബ ജീവിതത്തിലും മറ്റുള്ള ചുറ്റുപാടുകളിലൊക്കെ ഇവർക്ക് മനസ്സിനൊരു സമാധാനം കൊടുക്കാത്ത രീതിയിൽ, അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികപരമായിട്ട് അർദ്ധാഷ്ടമിശിന്റെ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എത്തിച്ചേരാം. ഞാൻ പറഞ്ഞില്ലേ കുറച്ചു മുമ്പ്, നമ്മളിപ്പോൾ ഒരു ചെയ്യാത്ത പ്രവൃത്തിക്ക് വരെ ഇവര് ദുഷ്പേരി കേൾക്കും. കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇവരെ ഒരാളെ മനഃപൂർവ്വം പെടുത്തണം എന്ന് ആഗ്രഹിച്ചാൽ, ഇപ്പൊ സർക്കാർ ജോലിക്കാരാണെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ, ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്നിട്ട് ഒരാൾ കൊണ്ടുവന്ന് കൊടുക്കുവാണ്. ആ പുള്ളി കൈക്കൂലി മേടിക്കൂല. ഈ സാറ് വന്നിട്ടില്ലല്ലോ, ഞാൻ ഈ സാറിന് കൊടുക്കാനുള്ള പൈസയാണ്, ഒന്ന് കൊടുത്തേക്കണേ എന്ന് പറയുമ്പോൾ ആ എന്നാൽ ശരി എന്ന് പറഞ്ഞിട്ട് ഇയാൾ മേടിച്ചു വെക്കും. ഇത് സഹപ്രവർത്തകന് മേടിച്ചു വെക്കും. അയാൾ വരുമ്പോൾ ഈ സാധനം കൊടുക്കും. ഇയാളുടെ കയ്യിലേക്ക് പൈസ കൊടുത്തു കഴിയുമ്പോൾ പോലീസും പട്ടാളമൊക്കെ കയറി വന്ന് ഇയാളെ കൈക്കൂലിക്കാരനായിട്ട് ചിത്രീകരിച്ച് ടി വിയിലും മറ്റുള്ളവരൊക്കെ വന്ന് അങ്ങനെ പല രീതിയിൽ നമ്മൾ ചെയ്യാത്ത പല കാര്യങ്ങളിലൊക്കെ നമ്മുടെ ജീവിതം കൊണ്ടുപോയി എത്തിക്കും. അതുപോലെ സാമ്പത്തികപരമായിട്ട് ഇവരെ തകർത്ത് കളയുന്ന പ്രശ്നങ്ങളൊക്കെ രാശിക്കാരെ വല്ലാതെ അലട്ടുന്ന ഒരു നല്ല സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ മനസ്സിനും ശരീരത്തിനും സാമ്പത്തികമായിട്ടും സ്വസ്ഥതയില്ലാത്ത ഒരവസ്ഥയിലേക്കും കുടുംബത്തിൽ നിന്ന് എന്ന് പറയണ്ട, ജീവിതത്തിൽ തന്നെ ഇവരുടെ മുന്നോട്ടുള്ള പോക്കിൽ ഏറ്റവും കൂടുതൽ തടസ്സങ്ങൾ ഏർപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒരുപാട് മന്ദതകൾ അനുഭവത്തിൽ വരും. പല വിധത്തിലുള്ള കാലതാമസങ്ങൾ. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കളഞ്ഞാൽ നാളത്തേക്ക് ചെയ്യാം, മറ്റന്നാളത്തേക്ക് ചെയ്യാം, അല്ലെ ഒരു മൂഡില്ല, അല്ലെ നമ്മൾ ഇപ്പൊ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇത് നടക്കില്ല എന്ന് മനസ്സിലങ്ങ് തീരുമാനിച്ച് ഇവര് കാലതാമസം ഉണ്ടാക്കി വെക്കും. പലതരത്തിലുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. സാമ്പത്തികപരമായിട്ട് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അനുഭവത്തിൽ വരും. കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതും ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ കലഹങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങൾ, സ്വന്തം ബന്ധുക്കളുമായിട്ട് കലഹങ്ങൾ, കുടുംബത്തിലെ സഹോദരങ്ങളുമായിട്ട് കലഹങ്ങൾ, അച്ഛനും അമ്മയായിട്ട് കലഹങ്ങൾ എന്നു വേണ്ട, ഇവരെ ഏറ്റവും കൂടുതൽ സന്തോഷത്തിലും അനുഭവത്തിലൊക്കെ കാത്തിരുന്ന ആൾക്കാർ തമ്മിലൊക്കെ ഇവർക്ക് പലവിധ അനുഭവങ്ങൾ വന്ന്, കലഹങ്ങൾ വന്ന്, പരസ്പരം മുഖത്ത് നോക്കാൻ പറ്റാത്ത അത്ര പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരു അവസ്ഥയിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ അഷ്ടാഷ്ടമ ശനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന പല ആൾക്കാരും ഇവരെ പറ്റിക്കുക, ചതിക്കുക, വഞ്ചിക്കുക എന്ന് വേണ്ട, ഇവർ മനസ്സിലറിയാൻ പാടില്ലാത്ത പല കാര്യങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിരന്തരം ഇവരുടെ മനസ്സിനെ കീറി മുറിക്കുന്ന ഒരു അവസ്ഥ. ഇതൊക്കെ അനുഭവത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത്. അർദ്ധാഷ്ടമ ശനിയുടെ സമയം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിത്തിരിക്കുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഏതൊരു ജോലിയിലൂടെയാണോ ഇവർ കടന്നു പോകുന്നത് അതെല്ലാം തടസ്സത്തിലാകും. ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിക്കുക എന്ന് വിചാരിച്ചു, ഇവരുടെ ജീവിതത്തിൽ ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തടസ്സപ്പെട്ടു പോവുക. ജീവിതത്തിൽ മുന്നോട്ടുള്ള ഒരു പാതയിൽ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതിരിക്കുക. ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് മോഹിച്ചിരിക്കുന്ന ഒരു കല്യാണമൊക്കെ വന്നിട്ട് അതെല്ലാം അലസിപ്പോവുക എന്ന് വേണ്ട പലവിധ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഈ ധനുരാശിയിൽപ്പെടുന്ന സ്ത്രീ പുരുഷന്മാർ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഉലച്ചിലുണ്ടാവുക, ഇതെല്ലാം അനുഭവിക്കുക. ധനുരാശിയിൽപ്പെട്ട ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ ഇവർക്ക് അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ ഒരു ശനിയുടെ വക്രഗതി സഞ്ചാരത്തോടു കൂടി, ഈ ഒരു കാലത്തോടു കൂടി തന്നെ ഇതെല്ലാം ഇവരിൽ നിന്ന് വിട്ടുമാറി സുഖം, സമാധാനം, സന്തോഷം എന്നിവ വന്നു ചേരും. സഹോദര ബന്ധങ്ങൾ തമ്മിൽ ഉലച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ട് മാറി സുഖവും സമാധാനവും സന്തോഷമൊക്കെ ഇവർക്ക് വന്നു ചേരും. സഹോദരങ്ങളുമായിട്ട് കൂടി ഒരുമിച്ച് ഒരു ബന്ധത്തിൻ്റെ ദൃഢത വർദ്ധിപ്പിച്ച് എല്ലാവരും തമ്മിൽ ഒന്നിച്ചു കൂടുക. കുടുംബത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുക. വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾക്ക് മുമ്പിൽ ഇറങ്ങി നിന്ന് അതെല്ലാം പൂർത്തീകരിച്ചു കൊടുക്കുക. ആ സമയത്ത് സ്വന്തം ബന്ധങ്ങളെല്ലാം ഒരുമിച്ച് കൂടുകയും അത് മുഖാന്തരം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജനസഖ്യം ഉണ്ടാക്കുകയും എല്ലാവരും തമ്മിൽ മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയും സാമ്പത്തികപരമായിട്ടൊക്കെ
സഹായിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. അങ്ങനെ സന്തോഷവും സമാധാനവും കുടുംബജീവിതത്തിൽ തിരിച്ചു കിട്ടും. ഈ ഒരു മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഇവര് നിന്ന് അത് പൂർത്തിയാക്കി കൊടുക്കും. ഗൃഹപ്രവേശനം നടത്തും. സ്വന്തം ബന്ധങ്ങളുമായിട്ടുള്ള എല്ലാ കൂടിച്ചേരികൾക്കും ഒരു വിവാഹത്തിനൊക്കെ കൂടിച്ചേരലുകളൊക്കെ നടക്കും. ഈ സ്വന്തം ബന്ധങ്ങളുമായിട്ടുള്ള കൂടിച്ചേരൽ നടക്കും. പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന ധനുരാശിയിൽപ്പെട്ട ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പുനർവിവാഹത്തിനുള്ള സമയം അടുത്തിരിക്കുന്നു. ഇവരുടെ വിവാഹത്തിന് ഇവർക്ക് പറ്റിയ നല്ല ആലോചനകൾ വന്ന് ജീവിതത്തിൽ ഇനിയുള്ള ഒരു കാലഘട്ടമെങ്കിലും ഇവർ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സമയത്തിലേക്ക് പോകും. ധനുരാശിയിൽപ്പെടുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്ര ജാതകരിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിച്ചിട്ടുള്ള രീതിയിലുള്ള പുനർവിവാഹം നടന്നു കിട്ടും. അനുയോജ്യമായ ബന്ധങ്ങൾ വന്നു കിട്ടും. അത് കാലാകാലം നിങ്ങളെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ വരും. ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന ഒരു സമയം മുതൽ തന്നെ അനുഭവത്തിൽ വന്നു തുടങ്ങും. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഈ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനിയുടെ വക്രഗതി ആരംഭിക്കുമ്പോൾ തന്നെ മാതാവിൽ നിന്നും മാതാപിതാക്കളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിട്ടൊഴിഞ്ഞ് ചികിത്സകളൊക്കെ വലിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനവും സന്തോഷവും ഒക്കെ നിലവിലേക്ക് അവരുടെ ജീവിതത്തിൽ വരും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശനിയുടെ വക്രഗതി സഞ്ചാരം എന്ന് പറയുന്നത് തന്നെ നല്ല ഗുണഫലങ്ങൾ, അനുഭവങ്ങൾ, നേട്ടങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. ഈ രാശിയിൽപ്പെട്ട എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു സമയം പൂർണ്ണ സംതൃപ്തിയും സമാധാനവും ഐക്യവും എല്ലാം നിലനിൽക്കും. അതോടൊപ്പം തന്നെ ശനി എന്തൊക്കെയാണോ ഇവരുടെ ജീവിതത്തിൽ വന്നിട്ട് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതെല്ലാം തിരിച്ച് ഇവർക്ക് കൊടുക്കുകയും അതോടുകൂടി ശനി കൊടുത്തതെല്ലാം പൂർണ്ണമായിട്ട് ഇവരുടെ ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവർ പോവുകയൊക്കെ ചെയ്യും. അങ്ങനെ ശനി ഇവരെ പൂർണ്ണമായിട്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ മൂലം, പൂരാട, ഉത്രാടം നക്ഷത്ര ജാതകർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നക്ഷത്രം ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഈ ഒരു ശനിയുടെ വക്രഗതി മാറ്റം നിങ്ങൾക്ക് പൂർണ്ണ അനുഗ്രഹങ്ങൾ ഉണ്ടാകും. ഞാനും പ്രാർത്ഥിക്കാം.